എല്ലാ ഭക്തജനങ്ങളും ആ ഒരൊറ്റ നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ്. പുണ്യാഹം കഴിഞ്ഞിരിക്കുന്നു, അടുപ്പ് കെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള നമ്മൾ എത്രയെത്രയോ നിമിഷങ്ങളായി കാത്തിരിക്കുന്നു. ഈ ഭക്തജനങ്ങളെല്ലാവരും തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കുന്നതിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്ന് അവിടെ നിന്ന് അതാ മേൽശാന്തി ബ്രഹ്മശ്രീ അനീഷ് നമ്പൂതിരിപ്പാട് അദ്ദേഹം അത് സഹമേൽശാന്തികൾക്ക് കൈമാറുന്നു. വലിയ തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ കൂടി അഗ്നി പകർന്നതിന് ശേഷം അത് അവിടെ നിന്ന് പൊങ്കാല അടുപ്പിലേക്ക് പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരാനായി അഗ്നി കൊണ്ടുവരികയാണ്. സഹമേൽശാന്തിയാണ് അത് കൊണ്ടുവരുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് പൊങ്കാല ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണത്. പൊങ്കാല നിവേദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി സഹമേൽശാന്തി പണ്ടാര അടുപ്പിൽ അഗ്നി പകരാനായി കൊണ്ടുവരുന്നു. അതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഈ കാണാവുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ. ഈ സഹമേൽശാന്തി അഗ്നി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അഗ്നി പണ്ടാര അടുപ്പിലേക്ക് പകരുന്നതോടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചടങ്ങിന് ഉടൻ തന്നെ തുടക്കമാകും. പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു കഴിഞ്ഞാൽ ഉടൻ ഇവിടെ ഉച്ചത്തിൽ ചെണ്ടമേളവും വായ്ക്കുരവയും ഒപ്പം തന്നെ കരിമരുന്ന് പ്രയോഗങ്ങളും അത് ഈ തിരുവനന്തപുരം നഗരത്തിലെല്ലാം എത്തിയിട്ടുള്ള പൊങ്കാല നിവേദ്യത്തിന് എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. അവരുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകരാനുള്ള മുന്നറിയിപ്പ്. അതാ പ്രധാനപ്പെട്ട ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാണ് പ്രേക്ഷകർ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും കാത്തിരുന്നിരുന്നത്. ഉച്ചത്തിലുള്ള നാമജപങ്ങൾ, കുരവയിടൽ, ഒപ്പം തന്നെ ചെണ്ടമേളം, വാദ്യഘോഷങ്ങൾ, കരിമരുന്ന് പ്രയോഗം. പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നിരിക്കുന്നു. ഇതൊരു ഭക്തജനങ്ങൾക്കുള്ള ഒരറിയിപ്പാണ്. ഇനിയിപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിലെല്ലാമുള്ള പൊങ്കാല അടുപ്പുകളിൽ ഇപ്പോൾ അഗ്നി പകരും. അങ്ങനെ പൊങ്കാല നിവേദ്യത്തിനുള്ള തുടക്കമാകുന്നു. പൊങ്കാല ഇനി നമ്മൾ കാണുന്ന കാഴ്ച ഈ തിരുവനന്തപുരം നഗരം പൊങ്കാല അടുപ്പുകളിലെല്ലാം അഗ്നി പകർന്ന് ഒരു യാഗശാല പോലെ, ഭക്തരുടെ മനം നിറയുന്ന യാഗശാല പോലെയായി മാറുന്നതാണ്. ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇത്. ആ പ്രധാന ചടങ്ങ് കൃത്യം 9:48 അനന്തപുരിയുടെ മനോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇങ്ങോട്ടെത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ, സ്ത്രീകളായ ഭക്തജനങ്ങൾ പൊങ്കാലയിടുന്ന അതിൻ്റെ ആ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യം അടുപ്പിൽ പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പടർന്നു കഴിഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലായി പല പ്രദേശങ്ങളിലായി നിന്ന് വന്നവർ ഒത്തുകൂടി ഈ പൊങ്കാല അടുപ്പുകളിൽ നിവേദ്യം. മൺകലമാണ്. മൺകലത്തിൽ വെള്ളമെടുത്ത് അത് അഗ്നി പകർന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരിയും ശർക്കരയും തേങ്ങയും ചുക്കും എല്ലാം ഇട്ട് ശർക്കരയും ചേർത്ത് നിവേദ്യമുണ്ടാക്കുന്നു. ആ ചടങ്ങിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നു. പഞ്ചഭൂതാത്മകമായ പ്രതീകമാണത്. ജലം, മൺകലം മണ്ണിനെ, ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഒപ്പം ജലം, വായു, അഗ്നി എല്ലാമുണ്ട്. ജീവൻ, പഞ്ചഭൂതങ്ങളുണ്ട്. ആ പ്രതീകമാണത്. പൊങ്കാല നിവേദ്യം അത് തിളച്ചു തൂവുന്നത് അതൊരു സമൃദ്ധിയാണ്. അമ്മയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള, അമ്മയുടെ മനം നിറയ്ക്കുന്നതിനുള്ള ഭക്തന്റെ പ്രസാദമാണത്. ഭക്തന്റെ ആത്മാർപ്പണമാണത്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സുപ്രധാന ചടങ്ങിന് ഇവിടെ തുടക്കമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലതരത്തിലുള്ള പായസങ്ങൾ, അത് തേങ്ങയും ശർക്കരയും അരിയും ചമ്പ പച്ചരിയും ചേർന്നുള്ള പായസമാണ് ഏറ്റവും പ്രധാനം. അതിൽ ചുക്കും ഏലക്കയും ഇടുന്നവരുണ്ട്. നെയ്യ് നന്നായി ചേർത്ത് തിളപ്പിച്ച്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല നിവേദ്യം. ഇതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള പൊങ്കാല നിവേദ്യങ്ങളുണ്ട്.
എത്ര ദിവസങ്ങളുടെ അവരുടെ കാത്തിരിപ്പിനാണ് ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി, ഈ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അവർ. ചൂടും വെയിലും ഒന്നും കണക്കാക്കാതെ, തളർച്ചയും ക്ഷീണവും കണക്കാക്കാതെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ ഇവിടെ സമ്മേളിച്ചിരുന്നു. ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ എണ്ണം പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. സാധാരണയേക്കാൾ കൂടുതൽ തിരക്ക് ഇത്തവണ അനുഭവപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകൾ, കൃത്യമായ കണക്കുകളൊക്കെ തന്നെ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നിമിഷത്തിൽ എല്ലാ പൊങ്കാല അടുപ്പുകളിലും അഗ്നി പടർന്നിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നല്ല ചൂടുണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാ അടുപ്പുകളിലും അഗ്നി പകർന്നു കഴിയുമ്പോൾ അവിടെ നിറയെ പൊടിപടലങ്ങളുണ്ട്, പുകയുണ്ട്. പക്ഷേ ഇതൊന്നും ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചൂടേ അല്ല. ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ കണ്ടതാണ്. രാത്രി പകലാക്കി മാറ്റിയാണ് ഈ ഭക്തരെ എല്ലാവരും തന്നെ. ഇന്നലെ അതിരാവിലെ തുടങ്ങിയ കിലോമീറ്ററുകളോളം നീണ്ട ക്യൂ ആയിരുന്നു. ഇന്നിപ്പോൾ ഈ നിമിഷത്തിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമാണ്, പൊങ്കാല സമർപ്പണത്തിനുള്ള തുടക്കം മാത്രമാണ്. പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകർന്നിരിക്കുന്നു. അതിൽ മൺകലത്തിൽ വെള്ളമൊഴിച്ച് കൊതുമ്പ് കൊണ്ടാണ് അത് അഗ്നി പകർന്ന് വിറക് കൂട്ടി ആ കൊതുമ്പ് ഉപയോഗിച്ചാണ് അഗ്നി പകരുന്നത്. അതിനുശേഷം അതിൽ തിളച്ച വെള്ളത്തിലേക്ക് പച്ചരി, ചമ്പാവിൻ്റെ പച്ചരിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതിടുന്നു. അതിനുശേഷം ശർക്കരയും തേങ്ങയും ചേർത്ത്, ചുക്കും ഏലക്കായും ചേർത്ത്, നെയ്യും ചേർത്ത് പ്രധാനപ്പെട്ട നെയ്പായസം ഉണ്ടാക്കുന്നു. അതാണ് പൊങ്കാല പായസം. അതുകൂടാതെ വെള്ളച്ചോറുണ്ട്, മണ്ടരിയുണ്ട്, മണ്ടപ്പുറ്റുണ്ട്, ഒപ്പം തെരളിയുണ്ട്, കുമ്പിളപ്പമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പല കാര്യങ്ങൾക്കായി ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ മണ്ടപ്പുറ്റ് എന്ന് പറഞ്ഞാൽ ശിരോസംബന്ധമായ അസുഖങ്ങൾ, പ്രത്യേകിച്ച് തലവേദന, വിട്ടുമാറാത്ത തലവേദനയ്ക്കുള്ളവർ ഇത് നേർച്ച നേർന്ന് പൊങ്കാല ദിവസം മണ്ടപ്പുറ്റ് കൂടി ഈ പൊങ്കാല നിവേദ്യത്തിനൊപ്പം തന്നെ നിവേദിക്കും. അത് എല്ലാ തലവേദന ഉൾപ്പെടെയുള്ള ശിരോസംബന്ധമായ അസുഖങ്ങൾക്ക് അതൊരു പരിഹാരമാണ് എന്നുള്ളൊരു വിശ്വാസം നിലവിലുണ്ട്. അങ്ങനെ അതുപോലെ തെരളി എന്ന് പറയുന്നതും വയനയിലയിൽ ഉണ്ടാകുന്ന കുമ്പിളപ്പമുണ്ട്, ഒപ്പം തന്നെ തെരളിയപ്പമുണ്ട്. ഇതെല്ലാം തന്നെ മാല പോലെ കോർത്ത് അതും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെല്ലാം ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞിരുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായത് ശുദ്ധ പുണ്യാഹത്തിന് ശേഷം അടുപ്പുകെട്ട്, അതിനുശേഷമാണിപ്പോൾ ഈ തിടപ്പള്ളിയിൽ നിന്ന്, ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി പകർന്ന് തിടപ്പള്ളിയിൽ എത്തിച്ച്, തിടപ്പള്ളിയിൽ നിന്ന് ഇതാ പ്രധാനപ്പെട്ട പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഉടൻ തന്നെ എല്ലാ ഭക്തജനങ്ങളും അവരുടെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്ന് ആദ്യത്തെ ആത്മാർപ്പണത്തിനുള്ള തുടക്കമായിരിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഇവർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരേ പ്രാർത്ഥനയോടെ, നാമജപങ്ങളോടെയാണ് ഇനി അവർ ആ നിവേദ്യത്തിനുള്ള പൊങ്കാല പൂർത്തിയാകുന്നത്. അത് തയ്യാറാകുന്നത് വരെ അവരുടെ ഒരു കാത്തിരിപ്പാണ്. ഇനി ഉച്ചയോടുകൂടിയാണ് പൊങ്കാല നിവേദ്യം ഉണ്ടാകുക. അത് ശ്രീകോവിലിൽ നിന്ന് തീർത്ഥം കൊണ്ടുവന്ന് തളിച്ചത് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് അതുണ്ടാവുക. 2:10 ആ ചടങ്ങ് കൂടി ഉണ്ടാകും. ആ സമയത്തിനായി അവർ കാത്തിരിക്കും. അതിനു മുൻപ് ദേവിയെ കണ്ട് ദർശിക്കും. പക്ഷേ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചന്ദ്രഗ്രഹണമാണ്. അതുകൊണ്ട് 3:10 ശ്രീകോവിൽ അടയ്ക്കും. അതിനുശേഷം രാത്രി 7 മണിക്ക് മാത്രമാണ് നട തുറക്കുക. അതിന് മുൻപ് തന്നെ ഭക്തജനങ്ങൾ തൊഴുത് ദർശനം നടത്തി തിരികെ പോകണം. നിവേദ്യത്തിന് മുമ്പുള്ള ദർശനം അപ്പോൾ ഇത്തവണ സാധാരണയിൽ കുറഞ്ഞ സമയമേ ഉണ്ടാവും. അതുകൊണ്ട് കൂടിയായിരിക്കും ഒരു പക്ഷേ ഇന്നലത്തെ ദിവസം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് അധികം പേർക്ക് ശ്രീകോവിൽ ദേവീ ദർശനത്തിന് സമയം കിട്ടില്ല. കാരണം രാത്രി 7 മണിക്ക് ശേഷമാണ് പിന്നെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിനായി കുത്തിയോട്ടം ഉണ്ടാവും. കുത്തിയോട്ടത്തിനുള്ള കുട്ടികൾ ഇവിടെ 7 ദിവസമായി വ്രതം നോറ്റ്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണുള്ളത്. അവർ വ്രതം നോറ്റ് ഇവിടെ ക്ഷേത്രത്തിനകത്ത് തന്നെ അത് 3-ാം നാൾ തുടങ്ങി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ദീപം തെളിയിക്കുക എന്നുള്ളത്. അത് നടന്നിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.